ഇസ്രായേൽ ഇറാൻ വാറിനകത്ത് ഉണ്ടാവുന്ന ഫേക്ക് നറേറ്റീവ്സ്, ഇതിനകത്ത് നിങ്ങൾ ശരിക്കും ഗ്ലോബൽ വാർത്തകളും ഈ വാറുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് ഒപ്പീനിയനും ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സിന് അവരുടേതായ റിപ്പോർട്ടാജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്ന വാർത്തകളും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏകദേശം 95% ഇവർ പടച്ചു വിടുന്നത്, അത് യൂട്യൂബ് ആണെങ്കിലും സാറ്റലൈറ്റ് ചാനലാണെങ്കിലും മലയാളത്തിൽ നടക്കുന്ന ഡിസ്കഷൻസ് ആണെങ്കിലും കംപ്ലീറ്റ് ഫേക്കായിട്ട് മാറി. ഇപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ഇത്രമാത്രം ഫേക്ക് ആവുന്നത്? ഇതിനകത്ത് അജണ്ട ഫിക്സ് ചെയ്ത് അത് ഒരു കൂട്ടരെ പ്രീണിപ്പിക്കുക. ആ പ്രീണിപ്പിക്കുന്ന കമ്മ്യൂണിറ്റിക്കകത്തു നിന്ന് വരുന്ന അഡ്വർടൈസേഴ്സ്, സ്പോൺസേഴ്സ്, അവരുടെ വ്യൂവേഴ്സ്, അവർ ഡെലിബറേറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സുകൾ ഫില്ലാക്കുക. അതായത് കള്ളത്തരത്തെ മുഴുവനും പാക്കേജായിട്ട് ഡീൽ ചെയ്യുക. ഇതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബേഴ്സ് മാറാൻ തുടങ്ങി. ഞാൻ ആരെയും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അസസ് ചെയ്തതാണ്. കള്ളത്തരവും കപടതയും മാത്രമായി മാറി. അതായത് എൻ്റെ നാഷണൽ ജേർണലിസം എക്സ്പീരിയൻസും വെച്ചു, അതായത് പല ലോകരാജ്യങ്ങളിൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയതിൻ്റെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെ വെച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിലെ പല യൂട്യൂബ് ചാനലും സാറ്റലൈറ്റ് ചാനലൊക്കെ കൃത്യമായിട്ടങ്ങ് പറഞ്ഞു ഹമാസ് ഭയങ്കരമായിട്ട് ജയിച്ചു, അവർ ഇസ്രായേൽ പിടിച്ചെടുത്തു. അവിടുത്തെ ഗാസയുടെ സ്ഥിതി നിങ്ങൾക്കറിയാം. എന്തുവാണ് സ്ഥിതി? പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുകയാണ്. ഈ പറയുന്ന ഗാസ ഹമാസിൻ്റെ ആൾക്കാർ, അവരുടെ നേതാക്കന്മാർ മുഴുവൻ തട്ടിപ്പോയി. ആ ഗാസ, അത് ഹമാസ് ഇസ്രായേൽ പിടിച്ചെടുത്തു. അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, മലയാളികൾ. കാരണം അവരുടേതായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അവരതങ്ങ് വിശ്വസിക്കുക എന്ന് പറയുന്നത് അവർക്കറിയാം ഇത് കള്ളത്തരമാണ്. പക്ഷെ അങ്ങനൊരു ഫേക്ക് നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തു. അതായത് ഞാനൊരു കാര്യം പറയാം. അതായത് വാറിനെ പറ്റി നേരത്തെ റിപ്പോർട്ടും പല പ്രാവശ്യം ചെയ്തിട്ടുമുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ വാർ മെക്കാനിസം അതുമായിട്ട് താരതമ്യം ചെയ്യാൻ ലോകത്ത് ഈ അറേബ്യയിൽ ഒരൊറ്റ രാജ്യങ്ങൾക്ക് പറ്റത്തില്ല. 12 days വാറിനകത്ത് ഏറ്റവും ഫെറോഷ്യസ് എന്ന് പറയുന്നത് ഈ 12ാം ദിവസത്തിൻ്റെ അകത്ത്. കാരണം അവർക്കറിയാം സീസ് ഫയർ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ ഡ്രാമയുടെ കാര്യങ്ങളൊക്കെ അറിയാം. അന്നുണ്ടായ അറ്റാക്ക് എന്ന് പറയുന്നത് ഇറാൻ്റെ തലമുണ്ടയിലാണ് അടിച്ചിരിക്കുന്നത്. ഇത്ര വലിയ സംഭവമായിരുന്നു ഖുമൈനി. എന്തിനാ പിന്നെ ഈ മുഴുവൻ ദിവസം ഒളിവിൽ പോയത്? എന്തിനാണ് അവരുടെ പട്ടാളത്തിൻ്റെ പല ലീഡേഴ്സിനും അത് കഴിഞ്ഞ് അപ്പോയിൻ്റ് ചെയ്തിട്ടും അവന് ഒളിവിൽ പോയതിൻ്റെ കാര്യം എന്തുവാ? അവൻ്റെ തലയിൽ പോയി ബോംബിട്ടു. ഇത്രമാത്രം ജയിച്ചു എന്ന് പറയുന്ന നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും ഇസ്രായേലിലെ ആൾക്കാർ ഒളിവിൽ പോയി എന്ന് നിങ്ങൾ കേട്ടോ? ഇത് എല്ലാം ഫേക്കായിട്ട് ഡ്രാമകൾ അടിച്ചുകൂടെ ഉപയോഗിച്ച് ഓരോ പടങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സംഭവം ഇസ്രായേലി സോൾജറെ അവിടെ വെക്കുന്നു, ഇവിടെ വെക്കുന്നു. പഴയ ഒരു ഇസ്രായേലിൻ്റെ ഏകദേശം 5-6 വർഷം മുമ്പ് അവരുടെ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ്, അതിനെ ബന്ധപ്പെട്ട അടുത്ത ഫോട്ടോ. ആദ്യം പറഞ്ഞു ഇസ്രായേലിൻ്റെ പൈലറ്റിനെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ കഥകൾ ഓരോന്നായിട്ട് മെനയുകയാണ്. ഞാൻ പറഞ്ഞു, ആദ്യം മുതലേ പറഞ്ഞു, വാർ 2 കൂട്ടത്തിൽ നഷ്ടമുണ്ടാകും, രണ്ടിടത്തും നഷ്ടമുണ്ടാകും. പക്ഷെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ഇസ്രായേലിൻ്റെ മിലിറ്ററി അസറ്റിന് നഷ്ടമുണ്ടാകുന്നതാണ് വാറിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അത് നഷ്ടമുണ്ടായിട്ടില്ല. നമ്മളൊരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദികൾ അവരുടേതായിട്ടുള്ള ഒരുപാട് അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്ന ഒരു നാട് തന്നെയാണ്. അത് ഏതൊരു സമയത്താണെങ്കിലും. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ISIS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ആളുകൾ
നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നിന്ന് ഇറാഖിലേക്കും സിറിയയിലേക്കും പോയിട്ടുണ്ടെങ്കിൽ അതിന് എണ്ണം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടക്കം നമ്മൾക്കറിയാവുന്നത് കേരളമാണെന്ന്. അപ്പൊ ഈ മാനസികാവസ്ഥയുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഈ ഭീകരവാദത്തിനോട് വലിയ രീതിയിൽ ആമുഖ്യം അല്ലെങ്കിൽ വലിയ രീതിയിൽ അതിൽ പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചെടുക്കുന്ന കുറേ ആൾക്കാർ, ഇവരെല്ലാം സുഖിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധവും അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾക്കറിയാം കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം കണ്ടു. അപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ ഇറാനെ നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നുണകൾ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്കുള്ള നുണകളാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വശങ്ങളാണ് ഇന്റർനാഷണൽ മീഡിയകൾ പല ഘട്ടങ്ങളിലായിട്ട് യുദ്ധം നടക്കുന്ന സമയത്തും യുദ്ധത്തിന് ശേഷവും എല്ലാം ഇങ്ങനെ നിരന്തരമായിട്ട് തെളിവുകൾ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കാണുന്ന സമയത്ത് ഇവന്മാരൊക്കെ ഇപ്പോഴാണ് ഒന്ന് ബോധം വെച്ച് വരുന്നത്, അയ്യോ ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യമാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എന്നുള്ളത്. നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഈ സൈനിക ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഈ ഒരു വാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല ചെയ്യപ്പെട്ടു. അവരുടെ ഏതെങ്കിലും ഒരു യുദ്ധോപകരണം അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾക്കറിയാം അയൺ ഡോം പോലുള്ള ഒരു സംവിധാനം, അയൺ ഡോം 100% അത് സക്സസ് അല്ല എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. അവരുടെ ഏതെങ്കിലും യുദ്ധവിമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം തകർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നോർമലി ഇസ്രായേലിലേക്ക് ഏകദേശം ഒരു 10,000-3000-ഓളം അടുത്ത് മിസൈലുകൾ ഇറാൻ തൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം പൂർണ്ണമായിട്ടും വലിയൊരു ശതമാനവും അത് നശിപ്പിച്ച് കളയുന്ന ഒരു അവസരം. പിന്നെ അങ്ങ് വീണിരിക്കുന്ന കുറേ വേസ്റ്റുകളും അല്ലെങ്കിൽ ചില മിസൈലുകൾ മാത്രമാണ് അവിടെ ചെറിയൊരു കാഷ്വാലിറ്റി എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇറാൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറാൻ്റെ അവസ്ഥ പോയി കഴിഞ്ഞാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നു. അവരുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായി. നിന്ന് കത്തുന്ന വീഡിയോകൾ നമ്മൾക്കറിയാം. ആ ദിവസങ്ങളെല്ലാം നമ്മളെ ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം അത് പ്രചരിപ്പിച്ചിരുന്ന കാര്യമാണ്. കൂട്ടത്തിൽ അവരുടെ 9ഓളം സൈനിക തലവന്മാർ, 17ഓളം ആണവ ശാസ്ത്രജ്ഞന്മാർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷവും നിരവധി അവിടുത്തെ പൊളിറ്റിക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകൾ, നിരവധി സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. ഏകദേശം 1000-ന് മുകളിൽ ആളുകളാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചുവരവ് പോലും സാധിക്കാത്ത രീതിയിലാണ് അവർക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പരാജയപ്പെട്ടു, ഇറാൻ വിജയിച്ചു എന്ന് കള്ളം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളോട് മാത്രമേ ഇത് പറയാനുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മളത് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനം, ഇതിലെ മതമോ ജാതിയോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ ഈ ഏത് മനോഭാവമുള്ള ആളുകളാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും ദിവസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പറ്റിച്ച് നിങ്ങളെ ഉപയോഗിച്ച് കുറേ വ്യൂസ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളെ അടിസ്ഥാനപരമായിട്ടൊരു ലക്ഷ്യം. അതായിരുന്നു. അതവർ പൂർണ്ണമായിട്ട് നടപ്പിലാക്കി. ഇനിയെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, അതിലൊരു തർക്കവുമില്ല. അതിൻ്റെ നഷ്ടം എന്താണെന്നുള്ളത് അവർക്കും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ ലോകത്തെ പല മാധ്യമങ്ങളും പുറത്തു വിടുന്നതിൽ തർക്കമില്ല. നമ്മൾ മനസ്സിലാക്കുക, ഇറാൻ്റെ നിലവിലെ ആണവ ശാസ്ത്രജ്ഞനടക്കം ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്കയുടെ ആ ഒരു ആക്രമണത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതാണ് മുതിർന്ന മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മാത്യു സാമുവൽ സാർ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നുള്ളത് നമുക്ക് നാഷണൽ മീഡിയ കൂടി ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ശരി.